ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് AMCS-FNCKയിലെ തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ കോളേജസിലാണ് കിട്ടിയിട്ടുള്ളത് എന്ന് കമന്റ് സെക്ഷനിൽ പറയാം. നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റ് കാണുന്നതിന് വേണ്ടിയിട്ട് AMCS-FNCKയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. അവിടെ നമുക്ക് ഓൾറെഡി ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. BSc നഴ്സിംഗിൻ്റെതും അതുപോലെ പോസ്റ്റ് BSc MSc നഴ്സിംഗിൻ്റെ ഒക്കെ തേർഡ് ഓൺലൈൻ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കൺഫേം ചെയ്യേണ്ടതാണ്. കൺഫേം ചെയ്യാനായിട്ട് ആദ്യമായിട്ട് തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കുട്ടികൾ ടോക്കൺ ഫീസ് അടച്ച് സീറ്റ് സെക്യൂർ ചെയ്യണം. ഓൾറെഡി സെക്കൻഡ് ആൻഡ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കുട്ടികൾ ടോക്കൺ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഒറ്റ തവണ മാത്രം ടോക്കൺ ഫീസ് അടച്ചാൽ മതിയാകുന്നതാണ്. നിങ്ങൾക്ക് ടോപ്പിലായിട്ട് ഒരു റെഡ് കളറിൽ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ടാകും. അവിടെ കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയും സാധിക്കുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ചെയ്ത് വരുന്നത്. ആപ്ലിക്കന്റ് ID അല്ലെങ്കിൽ ഇമെയിൽ ID, പാസ്വേഡ്. ഇനി ഏതെങ്കിലും കുട്ടികൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർഗോട്ട് യുവർ പാസ്വേഡ് കൊടുത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ IDയും മൊബൈൽ നമ്പറും ഒക്കെ കൊടുത്തതിന് ശേഷം ആ ഒരു പാസ്വേഡ് റിക്കവറി ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അഡ്മിഷൻ 2025 എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ BSc നഴ്സിംഗിൻ്റെതും അതുപോലെ തന്നെ പോസ്റ്റ് BScയുടെ ഒക്കെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ BSc നഴ്സിംഗിൻ്റെതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ തേർഡ് അലോട്ട്മെന്റ് ഏതൊക്കെ കുട്ടികൾക്ക് ടോട്ടൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നത് കാണാൻ വേണ്ടിയിട്ട് തേർഡ് അലോട്ട്മെന്റ് ഫുൾ എന്ന് പറയുന്ന ലിങ്കിലേക്ക് നിങ്ങൾക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. ഇവിടെ ഒരുപാട് കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ടോപ്പിൽ അടിച്ചു കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും നെയിമും കാറ്റഗറിയും അതുപോലെ തന്നെ കൺഫേംഡ് ആണോ എന്നും നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് പെർസെൻറ്റേജും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എത്രാമത്തെ അലോട്ട്മെന്റിലാണ് കിട്ടിയിരിക്കുന്നത് എന്നതും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ ഓപ്പൺ മെറിറ്റിൽ ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 97.50 സംതിങ് ആണ്. അതുപോലെ തന്നെ CM അതായത് ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ വരുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കും എത്രത്തോളം കുട്ടികൾക്കാണ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത്. 90 സംതിങ് ഉള്ള കുട്ടികൾക്കാണ് CM ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ ലാസ്റ്റ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ CRS കാറ്റഗറിയിൽ വരുമ്പോൾ 72% ഉള്ള സ്റ്റുഡൻസിനും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ കൺഫേംഡ് എന്ന് കാണിക്കുന്നത് പല കുട്ടികളും സീറ്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട് ടോക്കൺ ഫീസ് ആയിട്ട്. എന്നാൽ കൺഫേം ചെയ്തിട്ട് എലിജിബിൾ ഫോർ ഹയർ ഓപ്ഷൻസ് എന്ന് കാണിക്കുന്നത് ഓൾറെഡി ടോക്കൺ ഫീസ് അടച്ചിട്ട് മുന്നോട്ടുള്ള ഓപ്ഷൻസ് ഒന്നും റിമൂവ് ചെയ്യാതെ ഹയർ ഓപ്ഷൻസിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികളുടേതാണ് കൺഫേംഡ് ആൻഡ് എലിജിബിൾ ഫോർ ഹയർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ന്യൂ അലോട്ട്മെന്റ് എന്ന് കാണിച്ചിരിക്കുന്നത് പുതുതായിട്ട് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളുടേതാണ്. ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് AMCS-FNCK എന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്ത്യൻ അസോസിയേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സ്റ്റുഡൻസിനായിരിക്കും ഇവിടെ മുൻഗണന. ഓപ്പൺ മെറിറ്റിൽ മാത്രമേ ബാക്കി കാറ്റഗറി സ്റ്റുഡൻസിനെ ഇവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്രിസ്ത്യൻ സ്റ്റുഡൻസിന് കൂടുതൽ മുൻഗണനയും ബാക്കി കാറ്റഗറി സ്റ്റുഡൻസ് അതിനുശേഷം മാത്രമേ പ്രയോറിറ്റി ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ അലോട്ട്മെന്റ് വന്നപ്പോൾ നമുക്ക് 2 കോളേജസ് ഓൾറെഡി ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം അലോട്ട്മെന്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ ഒരു കോളേജസും കൂടി ആഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ 850 കുട്ടികൾക്കാണ് ഈ ഒരു അസോസിയേഷനിൽ ഇപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ സ്നേഹോദയ കോളേജ് ഓഫ് നഴ്സിംഗ് ഇനിയും അലോട്ട്മെന്റ് വരാൻ വേണ്ടിയിട്ടുണ്ട്. ടെക്നിക്കൽ എറർ ആണ് എന്നാണ് നമ്മുടെ അസോസിയേഷനിൽ കൂടി അറിയാൻ പറ്റുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനിയുള്ള സ്പെഷ്യൽ അലോട്ട്മെന്റുകൾ മുന്നോട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. കാരണം ഓൾറെഡി ഒരു കോളേജിൽ ഇതുവരെയും അലോട്ട്മെന്റ് നടന്നിട്ടില്ല. അപ്പോൾ ആ ഒരു കോളേജിലും കൂടി അലോട്ട്മെന്റ് നടക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് അലോട്ട്മെന്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൽ പുതുതായിട്ട് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾക്ക് ഓരോ കോളേജിന്റെയും ആൽഫബറ്റിക് കോഡായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഏത് കോളേജാണ് എന്ന് നിങ്ങൾക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമുക്കൊരു ലിങ്കും കൂടി ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കോളേജസിന്റെയും കോഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ കോഡ് അനുസരിച്ച് ഏത് കോളേജാണ് എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളുടേതും കിട്ടാത്ത കുട്ടികളുടേതും ഓൾറെഡി ടോക്കൺ ഫീസ് അടച്ചവരൊക്കെ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നത് ബേസ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും നമ്മുടെ സൈറ്റിൽ തന്നെ വന്നിട്ടുണ്ട്. ഓൾറെഡി തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കുട്ടികൾക്ക് ടോക്കൺ ഫീസ് അടയ്ക്കാനുള്ള സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ 17 മുതൽ സെപ്റ്റംബർ 19 5 മണി വരെയാണ്. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചിരിക്കണം. അതിനുശേഷം ഒരു സമയം തരുന്നതായിരിക്കില്ല. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ടോക്കൺ ഫീസ് അടയ്ക്കുകയും അതുപോലെ തന്നെ ഏത് ദിവസമാണ് കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടത് എന്നതും നമ്മുടെ സൈറ്റിൽ വന്നിട്ടുണ്ട്. ആ ദിവസം തന്നെ നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കുകയും വേണം.
നിങ്ങൾക്ക് കോളേജിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 20 മുന്നെയാണ്. അതായത് നിങ്ങൾ ഉടനടി ടോക്കൺ ഫീസ് അടയ്ക്കുക. സെപ്റ്റംബർ 20 മുന്നോടിയായിട്ട് കോളേജിൽ ഡയറക്റ്റ് ചെന്ന് ഡോക്യുമെന്റ്സും ഫീസും റെഡിയാക്കി കൊണ്ടുപോയി അഡ്മിഷൻ എടുക്കുക. ഈ തേർഡ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം നമുക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളെ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികൾക്ക് ഇനി അടുത്ത അലോട്ട്മെന്റിലേക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത അലോട്ട്മെന്റിലേക്ക് പങ്കെടുക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് AMCS FNCK അസോസിയേഷൻ വഴി കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വെയിറ്റ് ചെയ്യുക. അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഇതേ ഓപ്ഷൻസ് ആണോ പുതിയ ഓപ്ഷൻസ് ആണോ വെക്കേണ്ടത് എന്ന അപ്ഡേറ്റ് നമ്മുടെ സൈറ്റിൽ വരുന്നതായിരിക്കും. അത് നമ്മുടെ ചാനലിലൂടെയും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യുക. ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതുപോലെ താഴെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഓൾറെഡി ക്യാൻസൽ ആയിട്ടുണ്ടാകും. ടോക്കൺ ഫീസ് അടയ്ക്കുക. സെപ്റ്റംബർ 20 മുന്നോടിയായിട്ട് തന്നെ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുക. ടോക്കൺ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടത് 25,000 റുപ്പീസ്. നിങ്ങൾക്ക് ഈ അസോസിയേഷനിൽ തുടരാൻ താല്പര്യമില്ല, ഓൾറെഡി അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്, ടോക്കൺ ഫീസ് അടച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് തുടരാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 20 മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്ത് യൂസർ ID ആൻഡ് പാസ്വേഡ് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ ക്യാൻസൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാകും. നിങ്ങൾ അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാകും. അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഫീസ് എന്ന് പറയുന്നത് 79,308 റുപ്പീസ് ആണ്. ഇയർലി ആനുവൽ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് 80,328 റുപ്പീസും ആനുവൽ സ്പെഷ്യൽ ഫീസ് ഫസ്റ്റ് ഇയറിലത് 23,980 റുപ്പീസ് ആണ്. ടോട്ടൽ ഫീസ് പേ ചെയ്യേണ്ടത് 1,04,000 സംതിങ് റുപ്പീസ് ആണ്. ഇവിടെ 25,000 റുപ്പീസ് നിങ്ങൾ ഓൾറെഡി ടോക്കൺ ഫീസ് അടച്ചത് കൊണ്ട് തന്നെ ഈ ഒരു ഫീസ് അതിൽ നിന്നും കുറയ്ക്കുന്നതായിരിക്കും. ഇവിടെ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മുടെ ഈ പ്രോസ്പെക്ടസിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും കുട്ടികൾ ടോക്കൺ ഫീസും അടച്ച് അതോടൊപ്പം തന്നെ അഡ്മിഷനും എടുത്തതിന് ശേഷം ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 24 മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ ക്യാൻസലേഷൻ റിക്വസ്റ്റ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സും ഫീസും കാര്യങ്ങളും ഒക്കെ തിരിച്ച് കിട്ടുന്നതായിരിക്കും. ടോക്കൺ ഫീസും നിങ്ങൾ ഓൾറെഡി അടച്ചിട്ടുള്ള ഫസ്റ്റ് ഇയർ ഫീസും ഒക്കെ തിരിച്ചു കിട്ടും. പക്ഷെ അതിൽ നിന്നും 1,000 റുപ്പീസ് പിടിച്ചിട്ടായിരിക്കും ബാക്കി ഫീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അഡ്മിഷൻ ഒക്കെ എടുക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾ തീരുമാനമെടുക്കുക. ഇങ്ങനെ അഡ്മിഷൻ എടുത്തതിന് ശേഷം മുന്നോട്ടുള്ള AMCS FNCK അസോസിയേഷൻ വഴിയുള്ള ഒരു അലോട്ട്മെന്റിലും പങ്കെടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതല്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഉടനടി അപ്ഡേഷൻസ് പാസ് ചെയ്യുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.